ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മന്തി റൈസ് കൊണ്ടൊരു ഐറ്റമാണ്. ഏകദേശം മന്തിയുടെ ടേസ്റ്റാണ്. ചിക്കൻ ആദ്യം വേവിക്കാതെ ഫുൾ ദം ചെയ്താണ് ഈ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ 2 kg ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ 3 ചേർത്തുണ്ടാക്കിയ പേസ്റ്റ്, കൂടാതെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് 3 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. ഈ ചേരുവകളോടൊപ്പം കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ചേർക്കണം. അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ റെസ്റ്റിന് വെക്കുക. ഇനി ചിക്കൻ ഒരു 2 മണിക്കൂർ നേരം നമുക്ക് റെസ്റ്റിന് വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടികൾ തുടങ്ങാം. 2 kg റൈസാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഏകദേശം കുറച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ബേ ലീഫ്, പട്ട, 4-5 ഗ്രാമ്പൂ, 4 ഏലക്ക, ജാതി, ഉപ്പ് ആവശ്യത്തിന് എന്നിവ ചേർത്ത് കൊടുക്കുക. അരി ഞാൻ അരമണിക്കൂർ മുമ്പ് തന്നെ നന്നായി കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായി ചൂടായിട്ടുണ്ട്. വെള്ളം നന്നായി ചൂടായതിന് ശേഷം മാത്രമേ അരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. റൈസ് ഒരു 70% വെന്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് വെള്ളം നന്നായി വാർത്ത് മാറ്റി വെക്കുക. ഇനി ദമ്മ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ സാധനങ്ങളുടെ ആവശ്യമുണ്ട്. 200 മില്ലി സൺഫ്ലവർ ഓയിൽ, കുറച്ച് ഗരം മസാല, ലെമൺ ജ്യൂസ്, ഒരു 2 തക്കാളി കട്ട് ചെയ്തത്, 5-6 പച്ചമുളക്, കുറച്ച് പട്ട, ഏലക്ക, ജാതിക്ക, 2-3 ബേ ലീഫ്, ഡ്രൈ ലെമൺ, കുറച്ച് ഗ്രാമ്പു. മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഇത്രയും നിർബന്ധമായിട്ടും എടുക്കണം. കാരണം നമ്മൾ റൈസിൽ വേറെ ഡാൽഡയോ RKG മുതലായ നെയ്യ് ഐറ്റംസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് 200 മില്ലി നിർബന്ധമായിട്ടും ഓയിൽ എടുക്കേണ്ടതുണ്ട്. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ഇതുപോലെ ചിക്കന് മുകളിൽ നന്നായിട്ട് പരന്ന് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇനി കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. വാർത്ത് വെച്ചിരിക്കുന്ന റൈസിൽ നിന്നും പകുതി എടുത്ത് ചിക്കനിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക് എന്നിവ അതിന് മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ശേഷം കുറച്ച് ഗരം മസാല അതിന് മുകളിലായിട്ട് വിതറിയിട്ട് റൈസിൽ ബാക്കിയുള്ളത് കൂടി അതിന് മുകളിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുക.
ഏറ്റവും മുകൾ ഭാഗത്ത് കുറച്ചുകൂടെ ഗരം മസാല ഇട്ട് കൊടുത്തതിന് ശേഷം അലുമിനിയം ഫോയിൽ കൊണ്ട് പാത്രം നന്നായിട്ട് കവർ ചെയ്യണം. എയർ പുറത്തേക്ക് വരാത്ത രീതിയിൽ തന്നെ നന്നായി കവർ ചെയ്തിട്ട് അതിന് മുകളിൽ ഒരു മൂടി കൊണ്ട് മൂടി ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക. കാരണം ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഫുൾ ദമ്മാണ്. ചിക്കൻ ഇതിന് മുമ്പ് നമ്മൾ വേവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നത് ദമ്മിലായതുകൊണ്ട് എയർ ഒരിക്കലും പുറത്തേക്ക് പോവാത്ത രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം. ഇനി 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത ഉടനെ തന്നെ സെർവ് ചെയ്യാനായിട്ട് എടുക്കരുത്. മിനിമം ഒരു അരമണിക്കൂർ വെക്കുക. അതിന് ശേഷം മാത്രം സെർവ് ചെയ്യാനായിട്ട് എടുക്കുക. അപ്പോൾ റൈസിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ദമ്മിൽ കിടക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് ടൈമുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ റൈസിലേക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചട്നി ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാനൊരു 6 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു 5 പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്. ഇത് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക. ഇത് നന്നായി അടിച്ചെടുത്ത ശേഷം കുറച്ച് മല്ലിയില ചേർത്തിട്ട് ചെറുതായിട്ട് ഒന്നുകൂടി അടിക്കുക. കൂടുതൽ മിക്സ് ആവാത്ത രീതിയിൽ ഒന്നുകൂടി അടിച്ചെടുക്കുക. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ സെർവ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. മസാല ഏറ്റവും അടിഭാഗത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ നമ്മളിതിൽ നെയ്യ് തീരെ ഉപയോഗിച്ചിട്ടില്ല. അതിൽ ഇറച്ചി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൈസും ഈ മസാലയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട്. കാഴ്ചയിൽ ഇതൊരു ബിരിയാണിയെ പോലെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് മന്തി റൈസിൻ്റെ സെയിം ടേസ്റ്റാണ് വരിക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.